സൂറത്ത് യൂനുസിലെ 58-ാം വചനത്തിലൂടെ വ്യക്തമായി അല്ലാഹു തആല പറയുന്നു, നബിയെ അങ്ങ് പറയുക, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുക, അതാണ് മറ്റെന്തിനേക്കാളും നിങ്ങൾക്ക് ഖൈർ. ആ ആയത്തിന്റെ ഒരുപാട് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും, ആ റഹ്മത്ത് എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആയത്തോതി ദുർവ്യാഖ്യാനം ചെയ്യുകയാണോ? നിങ്ങൾക്ക് തോന്നിയതുപോലെ അർത്ഥം പറഞ്ഞാൽ മതിയോ? നിങ്ങൾക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിച്ചാൽ മതിയോ? നിങ്ങൾ ചെയ്യുന്ന അനാചാരങ്ങൾക്ക് റബ്ബിന്റെ ഖുർആനോതി നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചാൽ നിങ്ങൾ മറുപടി പറയണ്ടേ? ഏത് പ്രാമാണികരായ മുഫസ്സിറുകളാണ് ഈ ആയത്തുകൊണ്ട് നബിദിനം ആഘോഷിക്കാനുള്ള തെളിവാണിത് എന്ന് പറഞ്ഞത്? കാണിച്ചു തരണം. ലോകത്ത് അറബി തഫ്സീറുകൾ ഒരുപാടുണ്ട് പ്രാമാണികരായ, അത് പോകട്ടെ. മലയാളത്തിൽ വിശുദ്ധ ഖുർആനിന് വിവരണം നൽകിയിട്ടുണ്ടല്ലോ കേരളക്കരയിൽ. എന്തിനാണ് വെറുതെ വിവരക്കേട് വിളിച്ചു പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓരോ തഫ്സീറും വേണമെങ്കിൽ എനിക്ക് ഉദ്ധരിക്കാൻ കഴിയും. സാമ്പിളുകൾ ഞാൻ ഉദ്ധരിക്കാം. സമസ്തയുടെ ആദ്യത്തെ ഖുർആൻ പരിഭാഷയാണ്. രണ്ട് സമസ്തക്കാർക്കും അംഗീകരിക്കുകയല്ലാതെ യാതൊരു നിവൃത്തിയുമില്ല. ആ അബ്ദുള്ള മുസ്ലിയാരുടെ ഖുർആൻ പരിഭാഷയിലെങ്കിലും ഇത് നബിദിനത്തിനുള്ള തെളിവാണ്.